എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഹാപ്പി ഈസ്റ്റർ. ഈ ഒരു ഈസ്റ്റർ കാലത്ത് ഏറ്റവും ആവേശകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈസ്റ്റർ എഗ്സ് ഹണ്ടിങ് അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിനെ സന്തോഷം കൊണ്ടും ഗ്രാറ്റിറ്റ്യൂഡും കൊണ്ടും നിറയ്ക്കുന്ന ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് എഗ്സ് ഹണ്ട് ആയാലോ? ഈ ഒരു ഈസ്റ്റർ എഗ് ഹണ്ടിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ലൈഫിൽ ഒളിഞ്ഞു കിടക്കുന്ന 4 തരത്തിലുള്ള എഗ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. 4 ഇമോഷണൽ എക്സ്. ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മുടെ പിന്തുണയുടെ മുട്ടയാണ്, അതായത് നമ്മുടെ ഹിഡൻ സപ്പോർട്ട് എഗ്. ഇതെങ്ങനെ കണ്ടെത്താം? നമ്മളെ എപ്പോഴും സഹായിക്കുന്ന ഒരാളെയോ അല്ലെങ്കിൽ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു ശക്തി ഉണ്ടാവില്ലേ, അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിലുണ്ടാവും. അത് കണ്ടെത്തുക. അതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അയച്ചൊരു മെസ്സേജോ, ഇനിയിപ്പോൾ എന്തിനു പറയുന്നു, നമ്മുടെ ഫോൺ ചാർജർ വേണമെങ്കിലും ആവാം. ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഞാൻ തനിച്ചല്ല, എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്, ആ ഒരു സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വം നമ്മൾ ഫീൽ ചെയ്യുക. ഈ ഒരു ബോധമാണ് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക. അടുത്തതായിട്ട് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മുടെ വളർച്ചയുടെ മുട്ടയാണ്, ദി ഗ്രോത്ത് വിറ്റ്നസ് എഗ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മൾ എത്രത്തോളം മാറി എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടെത്തുക. അതായത് നമ്മൾ പകുതി വായിച്ചു തീർത്തൊരു ബുക്കോ അല്ലെങ്കിൽ പഴയൊരു ഡയറിയോ അല്ലെങ്കിൽ ജേർണൽ നോട്ടോ, നിങ്ങൾക്ക് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റോ ഒക്കെ ആവാം. നിങ്ങളോട് തന്നെ അഭിമാനം തോന്നേണ്ട ഒരു മൊമെൻ്റ് ആണിത്. പഴയ നിങ്ങളിൽ നിന്നും ഇന്നത്തെ നിങ്ങളിലേക്കുള്ള ദൂരം എത്രത്തോളം ആണെന്നുള്ളത് തിരിച്ചറിയാം. സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്നത് പ്രാർത്ഥനകൾ സഫലമാവാനായിട്ടുള്ള എളുപ്പ വഴിയാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള മുട്ടയാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ എഗ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താം? നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്രീം ലൈഫിൽ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവണം എന്ന് നിങ്ങൾ കരുതുന്ന ഒരു വസ്തു കണ്ടെത്തുക. ഇപ്പോൾ നിങ്ങളൊരു വലിയ റൈറ്റർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പെൻ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ പീസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനോ ഒക്കെ ആവാം. ആ ഒരു വസ്തുവിൽ തൊടുമ്പോൾ എൻ്റെ സക്സസിൻ്റെ ഭാഗമായതിന് നന്ദി എന്ന് മനസ്സുകൊണ്ട് പറയുക. നിങ്ങളുടെ ഡ്രീം ഇപ്പം തന്നെ റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ആവേശം നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കണ്ടെത്താൻ പോകുന്ന മുട്ട നിങ്ങളുടെ ചെറിയ സന്തോഷത്തിൻ്റെ മുട്ടയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള വളരെ ചെറിയൊരു കാര്യം, പക്ഷേ അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നുണ്ടാവണം. ഉദാഹരണത്തിന് നിങ്ങളുടെ വിൻഡോയിൽ കൂടെ വരുന്ന ആ ഒരു സൺലൈറ്റ്, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ഒരു ശബ്ദം, അല്ലെങ്കിൽ ഒരു കപ്പ് ചായ. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്തുക, അത്ഭുതം കണ്ടെത്തുക. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ നമ്മൾ വിലമതിക്കുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് വലിയ വലിയ സന്തോഷങ്ങൾ നൽകിത്തും. ഈ ഒരു 4 മുട്ടകൾ, ഈ ഒരു 4 ഇമോഷൻസിന്, അതായത് സപ്പോർട്ടുണ്ട്, അവിടെ ഗ്രോത്ത് ഉണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സന്തോഷമുണ്ട്, നമ്മുടെ ഹാർട്ടിൽ, നമ്മുടെ ഹൃദയമാവുന്ന ഒരു കൊട്ടയിൽ സൂക്ഷിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ അഫർമേഷൻ പറയുക: എൻ്റെ ലോകം ഒളിഞ്ഞിരിക്കുന്ന നിധികൾ കൊണ്ട് നിറഞ്ഞതാണ്. ഞാൻ എത്രത്തോളം നന്മകൾ കണ്ടെത്തുന്നു അത്രത്തോളം നന്മകൾ എന്നെയും തേടി വരും. ഞാൻ എത്രത്തോളം നന്ദി പറയുന്നു അത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കും. അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടി, ഈ ഒരു എഗ് ഹണ്ടിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ അമ്മയാവാം, നിങ്ങളുടെ ഫ്രണ്ട് ആവാം, ആരും ആവട്ടെ, അവർക്ക് ഇപ്പം തന്നെ ഒരു ഈസ്റ്റർ മെസ്സേജ്, ഒരു സ്നേഹ സന്ദേശം അയച്ചേക്കുക. ആ ഒരു സ്നേഹം തിരികെ നിങ്ങളിലേക്ക് തന്നെ ഒഴുകിയെത്തും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓൾ റൈറ്റ്, അപ്പോൾ ഹാപ്പി ഈസ്റ്റർ.